അതെ, താനൊക്കെ ഇങ്ങ് തന്നെ. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വർക്ക്ഷോപ്പാ. അവരോട് വണ്ടി റെഡിയാക്കി കോളേജിലേക്ക് കൊണ്ടുവരാൻ പറയാം. പോരെ? പോരേടോ? മതി. ഞാൻ കരുതിയതേ ഇന്നലത്തോടെ ഈ കുടുംബം പൊട്ടിച്ചിതറിയെന്ന. അത് നിന്റെ നല്ല മനസ്സുകൊണ്ട് തോന്നുന്നതാ. അവള് ഇന്നലെ വന്ന് കയറിയതേ ഉള്ളു, അതിനു മുമ്പേ കുടുംബം തകർന്നു പോണമെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അങ്ങനെ ആയിരുന്നല്ലോ സംഭവങ്ങള്. കാര്യം ഇങ്ങനെയൊക്കെ നടന്നു. പക്ഷേ കനക ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെയുള്ളവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാന്നേ ഉള്ളൂ. പത്മ, ഇന്നലെ ഇന്ദ്രജയുടെയും വിജയുടെയും കാര്യത്തിൽ താനെടുത്ത തീരുമാനമുണ്ടല്ലോ, അത് വളരെ നന്നായി. തന്റെ തീരുമാനത്തിന്റെ ബലം കൊണ്ട് തന്നെയാണ് സൂര്യ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത്. ഞാൻ പറഞ്ഞ സത്യമാണ്. എനിക്കൊരിക്കലും അവനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അഹങ്കാരമായാലും ധിക്കാരമായാലും ആക്ഷേപമായാലും അവൻ എന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ എനിക്കവനെ കണ്ണിറച്ച് കാണാലോ. പത്മ, എന്നെങ്കിലും ഒരു ദിവസം അവൻ എന്നെ മനസ്സിലാക്കും. അയ്യോ മോളെ, മോളെ നന്ദിനി, മോളെ നോക്കാതെ മധു തടവി കൊടുക്കാൻ. നന്ദിനി, മോളെ